ഇത് പുനലൂർ എറണാകുളം ഓടിയ ബസ്സാണ്. അപ്പുറത്ത് കിടക്കുന്നത് ആലുവ ഓടിയ ബസ്സാണ്. ഈ ബസ്സുകളൊക്കെ വർഷങ്ങളായിട്ട് കിടന്ന് നശിക്കുകയാണ്. ഇങ്ങനെ പല വണ്ടികൾ അപ്പുറത്തെ പുരയിടത്തിൽ കിടപ്പുണ്ട് 10-17 വണ്ടികൾ. ബിസിനസ് തീർന്നു. ഈ വ്യവസായം തീർന്നു എന്നുള്ളതിനൊന്നും ഒരു സംശയവും വേണ്ട. പ്രൈവറ്റ് ബസ് വ്യവസായം എന്ന് പറയുന്നത് കേരളത്തിൽ തകർത്തടുക്കി 40 ലക്ഷം രൂപ മുടക്കിയെടുത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ ഇന്നത്തെ കോലം കണ്ടോ? കാട് കയറി നശിച്ച് കിടക്കുക. എനിക്ക് ഏതാണ്ട് 10-25 കോടി രൂപയുടെ നഷ്ടം ഇതുമൂലമുണ്ട്. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ യാർഡിലേക്ക് വരാറ്. കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര വേദന. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് അത്രത്തോളം വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് കണ്ടോ, 2018 മോഡൽ ഒരു ബസ്സാണ്. ഈ ബസ് മേടിച്ചെന്നേ ഉള്ളൂ, ഒരു ദിവസം പോലും സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വണ്ടി ബോഡി ചെയ്ത് വന്നിട്ട് 1 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പൊ ഈ വണ്ടിയൊക്കെ കിടന്ന് നശിക്കുകയാണ്. ഇതൊക്കെ ഇനി പൊളിക്കാനേ കൊള്ളാവും. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. ഇങ്ങനെ 1 9 35-ലധികം ബസ്സുകളാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഒരു വ്യവസായം തന്നെ തകർന്നു പോയെന്ന് പറയാം. ശരണ്യ ബസിന്റെ യാർഡാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു വനമോ കാടോ അല്ല. എന്റെ ബസ്സുകൾ ആലോചിച്ചിട്ടേ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വരാവും. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തു പോയി ജോലി ചെയ്യാം. നാട്ടിൽ ജോലി ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കേരളത്തിലെ വലിയ മിടുക്കരായ രാഷ്ട്രീയ നേതാക്കന്മാർ, അതിനകത്ത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല, എല്ലാവരും ഒന്ന് ആലോചിക്കണം കേരളത്തിന്റെ സ്ഥിതി എന്താണ്. എന്റെ നാശം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്ക് 440 ജോലിക്കാരുണ്ടായിരുന്നു.